ഗൈസ്, ഈ മഞ്ഞക്കാല ആരുടെയെന്ന് അറിയോ? എന്റെ തന്നെയാണ്. ഈ തിരക്ക് പിടിച്ച ട്രെയിനിൽ ഞാൻ എങ്ങനെ പോകണമെന്ന് അറിയോ? നിങ്ങളുടെ സപ്പോർട്ടും എന്റെ ഹാർഡ് വർക്കും എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഞാൻ അച്ചീവ് ചെയ്ത ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോഴും ഈ ഷാൾ ഇട്ടിട്ടാണോ പോകണമെന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം വരും. അതെ, കാരണം എനിക്ക് അലർജി ഉണ്ടല്ലോ. അപ്പൊ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ആകെ എനിക്കത് വെയ്യാണ്ടാവണ്ട, ഞാൻ ചെയ്തിട്ട് പോയി. ആദ്യം നേരെ ഞാൻ പോയത് ചാലക്കുടിക്കാണ്. അവിടെ എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അവൻ എൻ്റെ ഫ്രണ്ട് മാത്രമല്ല കേട്ടോ, ഒരു യൂട്യൂബറും കൂടിയാണ്. പിന്നെ അവൻ എനിക്ക് പോസ്റ്റ് തന്നല്ല, ഞാൻ ഇച്ചിരി നേരത്തെ ചെന്നിരുന്നതാണ്. പിന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ടല്ല ഞാൻ പോകുന്നത്, അപ്പൊ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവൻ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ യൂട്യൂബിന്റെ ഫസ്റ്റ് ഇവന്റിന് വേണ്ടി പോവാണ്. ക്രിയേറ്റർ കളക്ട് ചെയ്യണേ. ഇത് സച്ചിനാണ്, നിങ്ങൾക്ക് അറിയുന്ന ക്രിയേറ്റർ തന്നെ ആയിരിക്കും. പിന്നെ ഇതെന്റെ കൂട്ടുകാരൻ, യെസ് അവൻ. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ തന്നെ അവിടെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അകത്തോട്ട് പോകുന്ന വഴിക്ക് കുറേ ക്രിയേറ്റേഴ്സിനെ കണ്ടു കേട്ടോ. എന്നെ പോലെ ബഡ്ഡിങ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന് ഇത് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ക്രിയേറ്റേഴ്സിനെ കാണാൻ പറ്റി. ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. അപ്പൊ നേരെ ചെന്ന് കയറി തന്നെ ഒരു ടീം സ്നാക്സും ഏരിയയിലേക്കായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇടം വല്ല നോക്കാതെ എല്ലാവരും അറ്റാക്കിങ് തുടങ്ങി. കുറച്ച് കേക്ക്സ്, അതേപോലെ തന്നെ പഴംപൊരി, കുറെ സ്നാക്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും അവർ നമ്മളോട് വേഗം അകത്തോട്ട് കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അകത്ത് കയറിയപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ട് ഒരു ഫോട്ടോ എടുപ്പിച്ചു കേട്ടോ. പിന്നെ ഇതെന്റെ ഫ്രണ്ട് ദിന, ഏറ്റവും നല്ല ക്യൂട്ട് പോസ് അവളുടെ ആയിരുന്നു. പിന്നെ കുറെ ക്രിയേറ്റേഴ്സിനെ കണ്ടു. രാമിഗംഗേനെ കണ്ടു, അത് മാത്രമല്ല ഇല്ലോളത്തിലെ ചേച്ചീനെ കണ്ടു. അങ്ങനെ ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കണ്ടു. ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല ചട്ടമ്പീസ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കൊമ്പൻ വന്നിട്ടുണ്ടായിരുന്നു, റാഷി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയ ഒരു ക്ലാസ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല 50 മില്യൺ അടിച്ച ബിജു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ആളുടെ ഒരു ചെറിയ ടോക്കും ഉണ്ടായിരുന്നു. ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് സ്ലൈം വെച്ച് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിയേറ്റിവിറ്റി കുറവായ കാരണം എന്റെ സ്ലൈം ഇങ്ങനെയായിരുന്നു ഗൈസ്. പിന്നെ ഹലോ ഗായ്സ് എന്ന് പറഞ്ഞ കാർത്തിക് സൂര്യ ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയി ഞാൻ കാണുന്ന ഒരുപാട് ആഗ്രഹിച്ച ചേച്ചിമാരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവന്റെ കൂടെ വന്നതെന്ന് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങുന്നതിന്റെ മുന്നേ ഇവൻ എന്റെ ഫ്രണ്ടാണ്. ഇതിൽ നമ്മുടെ ചാനലിന്റെ പേരുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് അവിടുത്തെ ഒരു ടാസ്ക് തന്നെയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ തിരിച്ചു പോന്നു. ഹലോ കഴിഞ്ഞു, എത്തോന്ന് അറിയില്ല. വഴി കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കൂ. നീ അതല്ല, നീ അവരോട് പിന്നെ കടിച്ചേക്ക്. ഞാൻ എത്തിയിട്ട് അടുത്ത വീഡിയോ ഇട്ടാ അറിയാം എത്തിയത്.